ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ പ്ലസ് കുക്കിംഗ് വ്ളോഗാണ്. അപ്പോൾ ആസ് യൂഷ്വൽ ചൂടുവെള്ളം കുടിച്ചിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ചായ കുടിച്ചു. അപ്പോൾ ഈ ചായ ഉണ്ടാക്കി കുടിച്ച് തീരുന്ന ഒരു ടൈം ഡ്യൂറേഷൻ ഉണ്ടല്ലോ, അതാണ് എൻ്റെ ഫേവറേറ്റ് ടൈം. റിലാക്സ്ഡ് ആയിട്ട് ചായ കുടിക്കുക, അതാണ് എൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം. അതിനുശേഷം ഒരു 9-9:30 ആയപ്പോഴത്തേക്കും അവക്കാടയും മുട്ടയും കൂടെ കഴിച്ച്. അപ്പം ഇതും സ്ഥിരമായിട്ട് കഴിക്കത്തില്ല, അറ്റ്ലീസ്റ്റ് വീക്കിലി വൺസോ അങ്ങനെയൊക്കെയാണ് കഴിക്കാൻ നോക്കുന്നത്. അതിനുശേഷം ഞാൻ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടൊരു പൊട്ടറ്റോ കറി ഉണ്ടാക്കി. അപ്പോൾ റാഗി പുട്ടും പൊട്ടറ്റോ കറിയാണ്. അപ്പോൾ ഞാനിത് അപ്പം തന്നെ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ചിയ സീഡ്സും ലൈം വാട്ടറും, ഇത് ഞാൻ മിക്കവാറും ഡെയിലി കുടിക്കാൻ നോക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതും എടുത്തിങ്ങനെ വണ്ടികളെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് മെയിൻ ഹോബി. നമുക്ക് പുതിയ സ്റ്റൈൽ ഓഫ് വണ്ടികളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുമേ. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ ആ വെള്ളം മൊത്തം കുടിച്ച് തീർത്തു. അതിനുശേഷം ഉച്ചയ്ക്ക് ലഞ്ച് ടൈം ആയപ്പോൾ നമ്മുടെ ഈ പുട്ടും നമ്മളുണ്ടാക്കിയ കറിയും കൂടെ ആണ് കഴിച്ചത്. അപ്പോൾ ഈ പുട്ടെന്ന് പറയുന്നത്, ഈ റാഗി പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അരിപ്പൊടിയോ കുറച്ച് ഗോതമ്പ് പൊടിയോ ഒക്കെ ഞാൻ ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇതാണ് ഉണ്ടാക്കിയത് കേട്ടോ. കുറച്ച് അരിപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് കൂടെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ കറിയും കൂടെ കഴിച്ചു. പിന്നെ ഞാൻ വൈകിട്ടത്തേക്ക് ഞാൻ വിളിച്ചു കുറച്ച് പ്രോട്ടീനായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നമ്മൾ സ്ഥിരമായിട്ട് മിക്ക ആൾക്കാർ ഉണ്ടാക്കുന്നത് തന്നെയാണ്, കടല വേവിച്ചിട്ട് ഉപ്പിട്ട് കഴിക്കുന്നത്. അപ്പം കടുക് വറുത്തതിന് ശേഷം നമ്മൾ വേവിച്ച കടല അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. നമുക്ക് വെളിച്ചെണ്ണ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ടേസ്റ്റും കിട്ടുമല്ലോ. അപ്പം കറിവേപ്പിലയുടെ ആ ഒരു എഫക്റ്റും ആ മുളകിൻ്റെ എഫക്റ്റും വെളിച്ചെണ്ണയുടെ എഫക്റ്റും ഒക്കെ നല്ല രീതിയിലൊന്ന് പിടിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഓരോ കടലയിലും ആ ഉപ്പ് പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇളക്കിയിട്ട് ഒന്ന് വച്ചേക്കാം. അതിന് ശേഷം ഉപ്പൊക്കെ എനിക്കൊന്ന് 1 മിനിറ്റ് മതിയാവും. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ, എല്ലാത്തിലും പിടിച്ചിട്ടുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ വീണ്ടും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ആക്ച്വലി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാമേ. പക്ഷേ ഞാനത് അപ്പം ആഡ് ചെയ്ത് കൊടുക്കാൻ വിട്ടുപോയി. ഞാൻ അതുകൊണ്ട് പിന്നെയാണ് ആഡ് ചെയ്തത്. ആക്ച്വലി മഞ്ഞൾപ്പൊടി നല്ലതല്ലേ, നമ്മുടെ ആൻറ്റി ഓക്സിഡൻ്റ് ആണല്ലോ. അപ്പോൾ ഞാനത് നോർമലി നമ്മൾ പണ്ടൊന്നും ആഡ് ചെയ്യാറില്ല. പിന്നെ അതിന് ശേഷമാണ് അതിൻ്റെ ഗുണമൊക്കെ മനസ്സിലായതിന് ശേഷം ഞാൻ എല്ലാത്തിനും കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാറുണ്ട്. അതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ആ തേങ്ങ വേവുന്ന ഒരു ടൈമുണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ തേങ്ങ എല്ലാത്തിലും പിടിച്ച് വേവുന്നൊരു ടൈം. അങ്ങനെ ഒരുപാട് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആ തേങ്ങ വേവുന്ന ടൈം. എല്ലാത്തിലും ആ തേങ്ങയും കടലയൊക്കെ ഇങ്ങനെ മിക്സായി വന്നാൽ അത്രയും നല്ലത്. ഞാൻ ഓർത്തപ്പത്തേക്കും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നു, കുറച്ച് മഞ്ഞൾപ്പൊടി. അത് ജസ്റ്റ് ഒന്ന്, വലിയ ചെവയൊന്നും വരത്തില്ല, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കും. എന്നിട്ട് വൈകിട്ടായപ്പോഴത്തേക്കും കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.